Good morning, dear students. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടാണല്ലേ, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? ഫിനാൻഷ്യൽ സിസ്റ്റം ആയിരുന്നു. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സെക്കൻഡ് പാർട്ടാണ് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഫിനാൻഷ്യൽ കൺസെപ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത് അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ അസറ്റ് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഇൻ്റർമീഡിയറീസ്, റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇത് നാലുമാണ് നോക്കാനായിട്ടുള്ളത്. ഇത് നാലും എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആദ്യം എന്താണ്, ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. രണ്ടാമത്തതാണ് പറയുന്നത്, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്നുള്ളത് പറയുന്നത് അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നോർമലി അറിയുന്ന മാർക്കറ്റ് ഏതാണ്? നമ്മൾ നോർമലി കണ്ടുവരുന്ന മാർക്കറ്റാണ് നമുക്കറിയുന്നത് അല്ലേ. ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്ന ഒരു നോർമൽ മാർക്കറ്റിനെ കുറിച്ച് നമുക്കറിയാം. ഇവിടെ എന്താ പറയുന്നത്, ഫിനാൻഷ്യൽ മാർക്കറ്റാണ് പറയുന്നത്. ഇവിടെ ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണോ? അല്ല, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു മാർക്കറ്റിൽ ബൈ ചെയ്യുക അല്ലെങ്കിൽ സെല്ല് ചെയ്യുക അല്ലെങ്കിൽ ട്രേഡിംഗ് നടത്തുന്നത് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. അതായത് സ്റ്റോക്ക്, ഷെയർ, ഡിബഞ്ചർ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് എങ്ങനെയുള്ള സെക്യൂരിറ്റീസ് ആണ്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ആൻഡ് ഡെറിവേറ്റീവ് അറ്റ് ലോവർ ട്രാൻസാക്ഷൻ കോസ്റ്റ്. വളരെ ലോവർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ കോസ്റ്റിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സും ആണ് എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണത്? സ്റ്റോക്ക്, ഷെയർ, ഡിബഞ്ചർ, ബോണ്ട്, ഡെറിവേറ്റീവ്സ് പോലെയുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസിനെ കുറിച്ച് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് സെയിൽ ചെയ്യുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ ബൈ ചെയ്യുന്ന സ്ഥലമാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താ നടക്കുന്നത് എന്നാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്, ബയ്യർ ആൻഡ് സെല്ലേഴ്സ് കമ്മിങ് ടുഗദർ, രണ്ടുപേരും ഒരുമിച്ച് വരികയും അവിടെ എന്താ ചെയ്യുന്നത്, ട്രേഡ് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്ക് ആൻഡ് ഷെയർസ് ആർ ട്രേഡഡ് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ബയേഴ്സും സെല്ലേഴ്സും സ്റ്റോക്കും ഷെയർസും ആണ് എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യുന്നത്. പല രീതിയിൽ ട്രേഡ് ചെയ്യാം. എങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യാം? സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ട്രേഡ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ബയറും സെല്ലറും നേരിട്ട് എന്ത് ചെയ്യുന്നു, ഇൻ്റർമീഡിയറി ഒന്നുമില്ലാതെ ഡയറക്റ്റ് ആയിട്ട് സെയിൽ നടത്തുന്ന അല്ലെങ്കിൽ ബൈയിങ് നടത്തുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മാർക്കറ്റാണ്. അവിടെ സെയിൽ ചെയ്യുകയും ബൈ ചെയ്യുകയും ചെയ്യുന്നത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ആണ്. സ്റ്റോക്ക്, ഷെയർ, ഡിബഞ്ചേഴ്സ് പോലെയുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ആണ് ചെയ്യുന്നത്. ബയ്യറും സെല്ലറും ഒരുമിച്ച് വരികയും ബയ്യറും സെല്ലറും എന്ത് ചെയ്യുന്നു, ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ ട്രേഡ് ചെയ്യുന്നു. അത് പല രീതിയിൽ ട്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് നടത്താം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ നടത്താം. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് പറ്റും. ഇനി പറയുന്നത് ദ ഇമ്പോർട്ടൻറ്റ് റോൾ പെർഫോംഡ് ബൈ ദി ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ റോളുകളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ദേ ജനറേറ്റ് ആൻഡ് അപ്പോർഷൻ ക്രെഡിറ്റ്. അവർ എന്ത് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എവിടെ? ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ക്രെഡിറ്റ് എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്തിൻ്റെയൊക്കെ ഇൻ്റർമീഡിയറി ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. ദേ ആക്ട് ആസ് ഇൻ്റർമീഡിയറി എന്നാണ് കേട്ടോ. അതായത് ഇൻ്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ്റർമീഡിയറീസ് ഇൻ ദ പ്രോസസ് ഓഫ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. ഇൻ്റർമീഡിയറീസ് ഇൻ ദ പ്രോസസ് ഓഫ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് എന്നാണ്, അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് സേവിങ്സ് മൊബിലൈസ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിലെ ഒരു ഇൻ്റർമീഡിയറി ആണ് ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദേ പ്രൊവൈഡ് കൺവീനിയൻസ് ആൻഡ് ബെനഫിറ്റ് ടു ദി ലെൻഡർ ആൻഡ് ബോറോവേഴ്സ്. ലെൻഡർക്ക് എന്താ പറയുന്നത്, എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബെനഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലെൻഡർക്കും അതുപോലെ തന്നെ ബോറോവർക്കും എന്ത് ചെയ്യുന്നു, ബെനഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇത്രയുമാണെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യുന്ന റോളെന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. എന്തെല്ലാം ഫങ്ഷൻസ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റിനുള്ളത്? എന്തൊക്കെ ഫങ്ഷൻസ് ആണ്? ബോറോവിങ് ആൻഡ് ലെൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്,
ബോറോ ചെയ്യുകയും ലെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കടം മേടിക്കാനും അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു മാർക്കറ്റിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് ഡിറ്റർമിനേഷൻ, ഇവിടെയാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഇൻഫർമേഷൻ അഗ്രിഗേഷൻ ആൻഡ് കോർഡിനേഷൻ, ഇൻഫർമേഷൻ ഈ ഒരു മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനും അതുപോലെ തന്നെ കോർഡിനേഷനും ഉണ്ട്. റിസ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി എന്താണെന്നൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസ് മാർക്കറ്റ്, ഫിനാൻഷ്യൽ മോർട്ടേജ് മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, കമ്മോഡിറ്റി മാർക്കറ്റ്, ഡെപ്റ്റ് മാർക്കറ്റ്. ഇങ്ങനെ 7 രീതിയിലാണ് മെയിനായിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് എന്താണ്, ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് മണി മാർക്കറ്റ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പറയുക, നമ്മൾ കുറച്ച് എന്താ പറയുന്നത്, ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ, എങ്ങനെയുള്ള അസറ്റുകളാണ് സെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ്. ഷോർട്ട് ടേം ഫണ്ട്സിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. നോർമലി അതിൻ്റെ മെച്യൂരിറ്റി എത്ര വരെ, അപ് ടു 1 ഇയർ ആണ് വരുന്നത്. അതായത് 1 വർഷം അല്ലെങ്കിൽ 1 വർഷത്തിന് താഴെയുള്ളതായിരിക്കും എന്തെന്ന് പറയുന്നത് ഇവിടെ ഡീൽ ചെയ്യപ്പെടുന്ന സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് റെഫേഴ്സ് ആണ് കേട്ടോ. ഇറ്റ് റെഫേഴ്സ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് വിച്ച് ഡീൽ വിത്ത് ദ ഷോർട്ട് ടേം ബോറോവിങ് ആൻഡ് ലെൻഡിങ് ഓഫ് ഫണ്ട്സ്. അതായത് ഷോർട്ട് ടേം ബോറോവിങ്, ലെൻഡിങ് ഓഫ് ഫണ്ട്സ് ആണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്രെഡിറ്റ് മാർക്കറ്റ്, ഇത് എങ്ങനെയുള്ളൊരു മാർക്കറ്റാണ്, ഷോർട്ട് ടേം ക്രെഡിറ്റ് മാർക്കറ്റാണ്. ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിലേറ്റീവ്ലി ലിക്വിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വിക്ക്ലി മാർക്കറ്റബിൾ ആയിട്ടുള്ള അസറ്റുകൾ, അതായത് ലൈക്ക് ഷോർട്ട് ടേം ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ട്രഷറി ബില്ല് പോലെയുള്ള കാര്യങ്ങളാണ് എവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നത്, ഈ ഒരു മണി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നതെന്നാണ് പറയുന്നത്. അപ്പം മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 1 ഇയർ അല്ലെങ്കിൽ അപ് ടു 1 ഇയർ മെച്യൂരിറ്റി വരുന്ന സെക്യൂരിറ്റീസിനെയാണ് ഡീൽ ചെയ്യുന്നത്. ഷോർട്ട് ടേം ഫണ്ടിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റാണ്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ബോറോവിങ് ആൻഡ് ലെൻഡിങ് ഫണ്ട്സ് ആണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്രെഡിറ്റ് മാർക്കറ്റ് എന്നും കൂടെ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ക്വിക്ക്ലി മാർക്കറ്റബിൾ ആയിട്ടുള്ള അസറ്റുകളാണ് ഡീൽ ചെയ്യുന്നത്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അതുപോലെ തന്നെ ട്രഷറി ബില്ലുകളൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ മാർക്കറ്റ്. എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പാരഗ്രാഫ് ഒന്നും നോക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്കിവിടെ നോക്കാനായിട്ട് പറ്റും. ഷോർട്ട് ടേം, അതായത് ഷോർട്ട് ടേം ആണ് അപ് ടു, പക്ഷേ എങ്ങനെ വരുന്നത്, അപ് ടു 5 ഇയേഴ്സ്, അതായത് 5 വർഷമോ അല്ലെങ്കിൽ 5 വർഷത്തിന് താഴെയിലേക്ക് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്നതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ളത്. അതായത് ഷോർട്ട് ടേം അപ് ടു 5 ഇയറിലേക്ക് വരുന്ന, അതുപോലെ തന്നെ 5-10 ഇയേഴ്സിൻ്റെ ബിറ്റ്വീൻ വരുന്ന മീഡിയം ടേം, അതുപോലെ തന്നെ ലോങ് ടേമിലേക്ക് വരുന്ന മോർ ദാൻ 10 ഇയറിലേക്ക് വരുന്നതാണ് ഇതിൽ തന്നെ വരുന്ന ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മേലെ നോക്കാം. ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഇഷ്യൂ ആൻഡ് ട്രേഡിംഗ് ഓഫ് ലോങ് ടേം സെക്യൂരിറ്റീസ്. ലോങ് ടേം സെക്യൂരിറ്റീസ് ആണ് ഇഷ്യൂ ചെയ്യുകയും ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻസ് അതിനകത്ത് വരുന്നതാണ് കേട്ടോ. ദ ടേം 2 എന്നുള്ളത്, അതായത് TO2 എന്ന് പറയുന്ന 2 ആണ് കേട്ടോ. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. മെച്യൂരിറ്റി ഷുഡ് ബി ലോങ്ങർ ദാൻ 3 ഇയേഴ്സ് ഈസ് ദ സെക്യൂരിറ്റി ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ക്ലാസിഫൈഡ്. എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നല്ലേ. നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മണി മാർക്കറ്റിൽ ഷോർട്ട് ടേം ബോറോവിങ് ആൻഡ് ലെൻഡിങ് ഫണ്ട്സ് ആണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്, ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത് എങ്ങനെയുള്ളതാണ്, ലോങ് ടേം ബോറോവിങ് ആൻഡ് ലെൻഡിങ് ഫണ്ട്സ് ആണ് ഈ ഒരു മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. അപ്പോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നതാണെങ്കിൽ ലെസ് ദാൻ 1 ഇയറിലേക്ക് വരുന്ന അല്ലെങ്കിൽ അപ് ടു 1 ഇയറിലേക്ക് വരുന്ന മെച്യൂരിറ്റിയിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് മോർ ദാൻ 1 ഇയറിലേക്കുള്ളത്. അതിലും പിന്നെയും ക്ലാസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ഷോർട്ട് ടേം, മീഡിയം ടേം ആൻഡ് ലോങ് ടേം എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻസ് അതിലും വരുന്നുണ്ട്.
ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ് ഈസ് എ ഇൻഡിപെൻഡൻറ്റ് മാർക്കറ്റ്. ഒരു ഇൻഡിപെൻഡൻറ്റ് മാർക്കറ്റാണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസ് മാർക്കറ്റാണ്. ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഇല്ലയെന്ന് വിചാരിക്കാം, പക്ഷേ എനിക്ക് എന്ത് വേണം? ഗോൾഡ് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഗോൾഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി പറഞ്ഞാൽ എനിക്ക് കിട്ടത്തില്ല. പക്ഷേ എന്താണ്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ ഫിനാൻഷ്യലി നല്ല രീതിയിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ആളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഗ്യാരണ്ടി നിർത്തിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? എനിക്ക് എന്ത് തരുന്നു? ഗോൾഡ് തരുന്നു. അതാണ് എവിടെ നടക്കുന്നത്? ഈ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റിൽ നടക്കുന്നത്. എനിക്ക് ക്യാഷ് ഇല്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു? ആളെ ഗ്യാരണ്ടി നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ തരാം എന്ന് പറയുന്ന കരാറോട് കൂടി ഞാൻ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ എനിക്ക് സ്വർണം തരികയാണെന്നുണ്ടെങ്കിൽ അതാണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ്. അതാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു മാർക്കറ്റിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എ സെൻറ്റർ ഫോർ ദ ഫിനാൻസ് ഈസ് പ്രൊവൈഡഡ് എഗനസ്റ്റ് ദ ഗ്യാരണ്ടി ഓഫ് ദി റെപ്യൂട്ടഡ് പേഴ്സൺ ഇൻ ദ ഫിനാൻഷ്യൽ സർക്കിൾ. അതായത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ ഗ്യാരണ്ടിയോട് കൂടി എനിക്ക് എന്ത് കിട്ടുന്നു? അസറ്റ് കിട്ടുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഗുഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുറച്ച് ഗ്യാരണ്ടീസിനെ കുറിച്ച് പറയുന്നുണ്ട്. പേഴ്സണൽ ഗ്യാരണ്ടി, ഗവൺമെൻറ് ഗ്യാരണ്ടി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി. ജസ്റ്റ് ഒന്നുമില്ല, ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസിൽ പറഞ്ഞതാണ് പേഴ്സണൽ ഗ്യാരണ്ടി ഗിവൺ ബൈ ദി ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ലോൺ ഫ്രം എ ബാങ്ക്. അതൊരു എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് എനിക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഇൻഡിവിജ്വലിൻ്റെ ഹെൽപ്പോട് കൂടി അത് മേടിക്കുന്നു. ഇനി നെക്സ്റ്റ്, ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആർ പ്രൊവൈഡിങ് ഗ്യാരണ്ടീസ്. ഗവൺമെൻറ് സ്റ്റാൻഡ്സ് ആസ് എ ഗ്യാരണ്ടർ. അതായത് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ ഗ്യാരണ്ടറായിട്ട് നിന്നുകൊണ്ട് എന്ത് ചെയ്യാം? ആ ഒരു സർവീസ് കിട്ടുക എന്നുള്ളത്. ലാസ്റ്റ് പറയുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി. അതായത് ഗ്യാരണ്ടി പ്രൊവൈഡഡ് ബൈ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് LIC പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നു? ഗ്യാരണ്ടി നിൽക്കുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഫിനാൻഷ്യൽ മോർഗേജ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിലിത്രയും മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ലോൺ വേണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെറുതെ നമുക്ക് ലോൺ എടുത്ത് തരുമോ? ഇല്ല. അതിനെന്ത് ചെയ്യിക്കണം? ഒരു ഗ്യാരണ്ടി അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഗ്യാരണ്ടി എന്നല്ല, അതിനൊരു പണയ മുതൽ എന്ന് പറയണം അല്ലേ, അത് വെക്കണം. എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ലോൺ കിട്ടുന്നത്. അതായത് ഒരു ഇമ്മൂവൽ പ്രോപ്പർട്ടി, റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള, നമ്മളിപ്പോൾ എനിക്ക് ലോൺ വേണം, ഞാൻ എൻ്റെ വീടും സ്ഥലവും എന്ത് ചെയ്യുന്നു? പണയം വെച്ചിട്ട് ലോൺ എടുക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? മോർഗേജ് മാർക്കറ്റിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ നടക്കുന്നത്? ഫോറിൻ എക്സ്ചേഞ്ച് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഹോം മണി ഇൻറ്റു ഫോറിൻ കറൻസി ആൻഡ് വൈസ് വേഴ്സ. അതായത് ഹോം കറൻസീനെ ഫോറിൻ കറൻസി ആയിട്ടും ഫോറിൻ കറൻസീനെ ഹോം കറൻസി ആയിട്ടും ഇതിൻ്റെ എന്ത് ചെയ്യുന്നു? ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർഷൻ നടത്തുന്നു അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നടത്തുക. ആ ഒരു പ്രോസസ്സാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ നടക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻ ഇന്ത്യ ദി ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഈസ് ദ പ്രിവിലേജ് ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് ആ ഒരു പ്രിവിലേജ് ഉള്ളത്. ഇന്ത്യയിൽ പ്രിവിലേജ് ഉള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണെന്നാണ് പറയുന്നത്. അത്രയും പോയിന്റ്സ് മാത്രം അവിടെ നോക്കിയാൽ മതി. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് FERA വാസ് പാസ്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 1947 വിച്ച് വാസ് ലേറ്റർ മോഡിഫൈഡ് ഇൻ 1973 റെഗുലേറ്റഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആക്റ്റാണ് FERA, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത്. പാസ് ചെയ്തിട്ടുള്ളത് 1947 പിന്നെ അതിനെ മോഡിഫൈ ചെയ്തു. ഏത് വർഷമാണ്? 1973 എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ കമ്മോഡിറ്റി മാർക്കറ്റ് ഈസ് എ ഫിസിക്കൽ ഓർ വെർച്വൽ മാർക്കറ്റ് പ്ലേസ് ഫോർ ബൈയിങ്, സെല്ലിംഗ് ആൻഡ് ട്രേഡിംഗ്. അതായത് ഇവിടെ ഈ കമ്മോഡിറ്റി എന്ന് പറയുന്നത് എന്താ പറയുന്നത്, പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽസ്, അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ പോലെയുള്ള കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ ഡീൽ ചെയ്യപ്പെടുന്ന ഐറ്റംസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഇതൊരു മാർക്കറ്റാണ്. കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ അരി, പഞ്ചസാര പോലെയുള്ള കാര്യങ്ങളല്ല ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് നേരെ മറിച്ച് പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽസും എന്താ പറയുന്നത് മെറ്റൽസും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രഷ്യസ് മെറ്റൽസ് അല്ലെങ്കിൽ പ്ലാറ്റിനം പോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് എവിടെ? കമ്മോഡിറ്റി മാർക്കറ്റിൽ. ഇനി ലാസ്റ്റ് പറയുന്നതാണ് ഡെപ്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഡെപ്റ്റ് മാർക്കറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ ഫിനാൻഷ്യൽ അസറ്റുകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെപ്റ്റ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഡെപ്റ്റ് അസറ്റ് എവിടെയാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്? ഡെപ്റ്റ് മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതായത് നമ്മൾ പറഞ്ഞ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ടൈം ഉണ്ടായിരിക്കും. ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റീപേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞല്ലേ. ഇവിടെ
ഡെപ്റ്റ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് തന്നെയാണ് ഇവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഈ ഡെപ്റ്റ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഡെപ്റ്റ് മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് വേർ ദ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ട്രേഡഡ്. എങ്ങനെയുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്? ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ട്രേഡ് ചെയ്യുന്നത്. ഡെപ്റ്റ് അസറ്റുകളാണ് എന്ത് ചെയ്യുന്നത്? ട്രേഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫിനാൻഷ്യൽ കൺസെപ്റ്റിലെ രണ്ടാമത്തേതായിട്ടുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് 7 രീതിയിലാണ്. മണി, ക്യാപിറ്റൽ, ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, കമ്മോഡിറ്റി മാർക്കറ്റ്, ഡെപ്റ്റ് മാർക്കറ്റ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനായിട്ടുള്ളത് അടുത്ത കൺസെപ്റ്റിനെ കുറിച്ചാണ് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ട്രേഡ് നടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നടക്കുന്ന ട്രേഡിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന ലീഗൽ എവിഡൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറഞ്ഞാൽ മതിയോ? ഇല്ല. അതിന് എന്ത് വേണം? ലീഗൽ എവിഡൻസ് വേണം. ആ ലീഗൽ എവിഡൻസ് ആണെന്ന് പറയുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. എവിടെയാണ് ഉണ്ടാവുന്നത്? ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നടക്കുന്ന ട്രേഡിൻ്റെ ഫലമായി ഉണ്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കണക്റ്റഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ പറയുന്നുണ്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ എവിഡൻസ് ഓഫ് വൺ ഓണർഷിപ്പ് ഓഫ് ആൻ എൻറ്റിറ്റി. അതായത് ഓണർഷിപ്പിനെ കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഡിബഞ്ചർ മേടിച്ചു എന്ന് പറഞ്ഞാൽ മതിയോ? ആ ഡിബഞ്ചർ മേടിച്ചു എന്ന് കാണിക്കുന്ന ഒരു എവിഡൻസ് വേണ്ടേ? അതാണ് എന്തെന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഒന്നും വേണ്ട, ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഓരോ പോയിൻറ്റ്സ് നമുക്ക് നോക്കാനായിട്ട് പറ്റും. എന്താ ഫസ്റ്റ് പറയുന്ന പോയിന്റ്? ഫസ്റ്റ് പറയുന്നതാണ് ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അതായത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ മിനിമമാണ്. റെഡി മാർക്കറ്റാണ്. ലിക്വിഡിറ്റി, സെക്യൂരിറ്റി വാല്യൂ, ടാക്സ് സ്റ്റാറ്റസ്, റേറ്റ് ഓഫ് റിട്ടേൺ, സിമ്പിൾ പോയിൻറ്റ്സ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ മെച്യൂരിറ്റി പീരീഡ്, സിംപ്ലിസിറ്റി, ഇതെല്ലാമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്. ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. പ്രൈമറി സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ സെക്കൻഡറി സെക്യൂരിറ്റീസ്. ഡയറക്റ്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന 2 രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഈ പ്രൈമറി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ്, അതുപോലെ തന്നെ അതുപോലെ കമ്പനീസ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ ആർക്കാണോ ഫണ്ട് ആവശ്യമായിട്ടുള്ളത്, ഒരു ആൾക്ക് ഫണ്ട് ആവശ്യമായിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹമാണ് ഫണ്ട് ആവശ്യമായിട്ടുള്ള പേഴ്സൺ. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഫണ്ട് ആവശ്യമായതുകൊണ്ട് തന്നെ ഇഷ്യൂ നടത്തുന്നല്ലേ. ഈ ഒരു ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് എല്ലാം ഇഷ്യൂ നടത്തുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റിന് താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. അതായത് ഇവിടെ പ്രൈമറി സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് നടത്തുന്നു? ഇഷ്യൂ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിത്തൗട്ട് ഇൻ്റർമീഡിയറീസ്, ഒരു ഇൻ്റർമീഡിയറീസിൻ്റെ ഹെൽപ്പും ഇല്ലാതെ എന്ത് ചെയ്യുന്നു? ഇഷ്യൂ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് പ്രൈമറി സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് സെക്കൻഡറി സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡറി സെക്യൂരിറ്റീസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഡെറിവേറ്റീവ്സ്. അതായത് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിനകത്ത് വരുന്നതാണ് ഫ്യൂച്ചർ ഓപ്ഷൻ സ്വാപ്പ് എന്നൊക്കെ പറയുന്നത്. നമ്മളിനി അടുത്ത സെമ്മിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞത് ഇൻ്റർമീഡിയറി, ഇവിടെ എന്തുണ്ട്? ആ ഫണ്ട് ആവശ്യമായിട്ടുള്ള ആളുടെ ഇടയിലും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് പോകുന്ന ആളുടെ ഇടയിലും ഒരു ഇൻ്റർമീഡിയറി എന്തുണ്ട്? ഇവിടെ വരുന്നുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് ആണ് സെക്കൻഡറി സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. കൺസെപ്റ്റിൽ ഇതുവരെ നമ്മൾ എന്തൊക്കെ നോക്കി? ഫിനാൻഷ്യൽ അസറ്റ് നോക്കി, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് നോക്കി, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആണ്. എന്താണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ? അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോണത്.
ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് എൻറ്റിറ്റി ദാറ്റ് ഫെസിലിറ്റേറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ടു പാർട്ടീസ്, രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആളാണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി എന്ന് പറയുന്നത്. സച്ച് ഇൻ്റർമീഡിയറി ഓർ എ മിഡിൽ മാൻ കുഡ് ബി എ ഫേം ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഫേമോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ആവാം ഈ ഒരു ഇൻ്റർമീഡിയറി എന്ന് പറയുന്നത്. ആൻഡ് അതിന് കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനി, പെൻഷൻ ഫണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്, ഇതൊക്കെയാണെന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇനി ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിന് എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് ആൻഡ് മണി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. അതിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോങ് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആണ്, കോർപ്പറേറ്റ് ആണ് എന്തെന്ന് പറയുന്നത് മണി മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറി എന്ന് പറയുന്നത്. അതായത് ലോങ് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്, നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ ഇത് അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത് ലോങ് ടേമിലേക്കുള്ളതാണ്, ലോങ് ടേം ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്, ലോങ് ടേമിലേക്കുള്ള ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് നടത്തുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, ഇതെല്ലാം എന്തിൻ്റെ എക്സാമ്പിൾസ് ആണ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. ഇനി മണി മാർക്കറ്റ് ഇൻ്റർമീഡിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിൻലി മീറ്റ് ദ ഷോർട്ട് ടേം ഫണ്ട്സ് ടു ഇൻഡിവിജ്വൽ ആൻഡ് കോർപ്പറേറ്റ്, അതായത് ഷോർട്ട് ടേം ഫണ്ട്സ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക് പോലെയുള്ള ബാങ്കുകളാണ് മണി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇനി ലാസ്റ്റ് കൺസെപ്റ്റ് ആണ് പറയുന്നത് ഫിനാൻഷ്യൽ റേറ്റ്സ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. നമുക്കറിയാം കൺസെപ്റ്റുകൾ 5 എണ്ണമാണുള്ളത്. ഫിനാൻഷ്യൽ അസറ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ലാസ്റ്റ് വൺ ഫിനാൻഷ്യൽ റേറ്റ്സ് ഓഫ് റിട്ടേൺ. എന്താണ് ഫിനാൻഷ്യൽ റേറ്റ്സ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണല്ലേ. അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, പെർസെൻറ്റേജ് റിട്ടേൺ ഓൺ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ എ പ്രൊജക്റ്റ്. അതായത് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തിനു വേണ്ടി നടത്തുന്നത്, നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എത്രത്തോളം റിട്ടേൺ കിട്ടി, അതാണ് എന്തെന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഈ റേറ്റ് ഓഫ് റിട്ടേൺ എന്തിന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത് മെഷർ ദ പെർഫോമൻസ് ഓർ പ്രോഫിറ്റബിലിറ്റി ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്രത്തോളം പ്രോഫിറ്റബിൾ ആയിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം നല്ലതായിരുന്നു എന്ന് കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അതായത് ഹെൽപ്പിംഗ് ഇൻവെസ്റ്റേഴ്സ് ഓർ ബിസിനസ് ഇവാലുവേറ്റ് വെദർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ജനറേറ്റിംഗ് അക്സെപ്റ്റബിൾ റിട്ടേൺസ്. അതായത് നല്ല രീതിയിലുള്ള റിട്ടേൺ കിട്ടിയോ എന്നുള്ളത് ബിസിനസ് മാനെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ മെഷർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. കൺസെപ്റ്റ് എന്ന് പറയുന്ന 5 രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ് എന്താണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ അസറ്റുകളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അടുത്ത ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറീസ് എന്താണെന്നുള്ളത് പറഞ്ഞു, റേറ്റ് ഓഫ് റിട്ടേൺസ്, ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതെല്ലാം എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൻ്റെ ബാക്കി പാർട്ട്, ഫൈനൽ പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.